സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾ ഇങ്ങനൊരു വേഷങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ രീതിയിലോ ഒക്കെ അഭിനയിക്കുമായിരുന്നു? അവസരം വന്ന് അഭിനയിക്കും. നേരത്തെ എന്തുകൊണ്ട് ചോദിച്ചില്ല സുധിച്ചേട്ടൻ? അത് എനിക്കറിയത്തില്ല, അത് അവരുടെ കാര്യമല്ലേ. അതെങ്ങനെ ഞാൻ അറിയുന്നത്? അവരെന്തുകൊണ്ട് ചോദിച്ചില്ല എന്ന് എനിക്കറിയില്ല. നേരിട്ട് ഇപ്പൊ സൊസൈറ്റിയിൽ ഇറങ്ങാൻ പേടിയുണ്ടോ? പേടിയോ? ആരെയും പേടിയില്ല, ഒരു മനുഷ്യനെയും പേടിയില്ല. അതുകൊണ്ട് താങ്കൾ അവർക്കെതിരെ ഒന്നും കേസ് കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ ഇത്ര എനിക്ക് സമയമില്ല. ഒന്നാമത്തെ കാര്യം, ഒരു 400 രൂപ മുടക്കി നമ്മളൊരു ഫോൺ റീചാർജ് ചെയ്ത് നമ്മൾ ഫോണിലേക്ക് നോക്കിയിരിക്കും, ആദ്യം കയറി വരുന്ന അതെന്റെ കുഴപ്പമല്ല, എന്റെ കുഴപ്പമല്ല. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും കാണാൻ വയ്യ, കുട്ടികളെ കാണിക്കരുത്. കാണണ്ട, കുട്ടികളെ കാണിക്കണ്ട, കണ്ണടപ്പിച്ച് വെക്കട്ടെ. കാരണം എനിക്ക് എന്റെ ഇഷ്ടത്തിന് അഭിനയിച്ച് ഞാൻ ജീവിക്കുന്നു. അതിന് ഇവിടെ ആർക്ക് എന്താ പ്രശ്നം എനിക്കറിയില്ല. ഞാൻ ആരുടെ തലയിൽ ചെന്ന് കയറിയിരുന്നല്ല അഭിനയിക്കുന്നത്. എന്നാലും സുധിച്ചേട്ടന്റെ ഭാര്യ എന്നൊരു ധാർമ്മിക ഉത്തരവാദിത്ത സമൂഹത്തിൽ ധാർമ്മിക ഉത്തരവാദിത്തം എന്താ? വീട്ടിൽ ഇരിക്കണോ സുധിച്ചേട്ടന്റെ ഭാര്യ? എന്നാലും ഒരു മാന്യമായ രീതിയിൽ താങ്കൾക്ക് എന്ത് എനിക്ക് മാന്യത കുറവൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ താങ്കൾ അപ്പൊ കുറെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കത് കേട്ടിരിക്കാനല്ലേ പറ്റത്തുള്ളൂ. സത്യമാണോ ഇല്ലെന്നൊന്നും തെളിയിക്കാൻ പറ്റും. അതെനിക്ക് തെളിയിക്കേണ്ട കാര്യമില്ല. എനിക്ക് എന്റെ കാര്യം ഞാൻ പറയും. വേണേ വിശ്വസിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയാ. അപ്പൊ കുറെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ അതൊന്നും പൈസ കിട്ടുന്നില്ലേ? പൈസ കിട്ടുന്നത് ചുമ്മാ വെച്ചോണ്ടിരിക്കാനല്ലേ. വീട്ടിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. പിന്നെയും ഇതിലേക്ക് വരുമ്പോ താങ്കൾ ചിന്തിക്കുന്നത് താങ്കൾ വലിയൊരു നടിയാണ്, അല്ലെങ്കിൽ ശോഭനയാണെന്ന ലെവലിലേക്കാണ്? ഒരിക്കലുമില്ല, ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. ഞാൻ വെറും സാധാരണ ഒരുത്തി മാത്രമാണെന്ന് ചിന്തിച്ചാണ്. ഞാൻ രേണു സുധി. സമൂഹത്തിന് ഒരു ബാധ്യതയായി മാറുമോ? സമൂഹത്തിന് ബാധ്യതയായി മാറുമെന്ന് ഞാനല്ലോ തീരുമാനിക്കും, സമൂഹമല്ലേ തീരുമാനിക്കുന്നത്. കുട്ടികളെയൊക്കെ താങ്കളുടെ വെബ് സീരീസ് ഒക്കെ കാണിക്കാൻ പറ്റും? തീർച്ചയായിട്ടും കാണിക്കാമല്ലോ. ഇത്രയും നാളുള്ളത് കാണിക്കും. ഇനി നാളെ എന്നായി തരുമെന്ന് എനിക്കറിയില്ല.